പാചകവാതകം കിട്ടാനില്ല. ഇടുക്കിയിലെ ടൂറിസം മേഖല പ്രതിസന്ധിയിൽ. ആനച്ചാലിൽ അടക്കം വിവിധ മേഖലകളിലെ ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ ഒരുങ്ങി ഉടമകൾ. മെനു വെട്ടിക്കുറച്ച് പ്രതിസന്ധി മറികടക്കാൻ ഒരുങ്ങുകയാണ് ഹോട്ടലുകൾ. വാണിജ്യ ആവശ്യങ്ങൾക്ക് പാചകവാതകം കിട്ടാതായതോടെ ഇടുക്കിയിലെ ടൂറിസം മേഖല കനത്ത പ്രതിസന്ധിയിലായി. മൂന്നാർ, ആനച്ചാൽ തുടങ്ങി വിവിധ മേഖലകളിൽ ഹോട്ടലുകൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. നിലവിൽ പ്രവർത്തിക്കുന്നവ മെനുവിലെ പല വിഭവങ്ങളും വെട്ടിക്കുറച്ചാണ് പ്രതിസന്ധി അതിജീവിക്കാൻ ഒരുങ്ങുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഒരുക്കുന്നത് പൂർണ്ണമായി ഒഴിവാക്കിയ സ്ഥാപനങ്ങളുമുണ്ട്. अभी तो मुश्किल तो नहीं है, कोई भी फोन बंद किया नहीं हमने, अभी तो है ऑलरेडी। कोई प्रॉब्लम आएगा तो पता नहीं, इधर तो अभी तक इधर तो आया नहीं है। अभी तो गेस्ट बिल्कुल है ही नहीं, बस कभी एक दो कपल्स आते रहेंगे, बस वही। सिलेंडर हो गया तो बंद करें। हाँ, नहीं होगा तो फिर वही करना पड़ेगा, नहीं मिलेगा तो। अभी लगाया हुआ वो है, वो खत्म हो जाएगा तो अभी क्या करें, मिला तो ठीक है, नहीं मिलेगा तो फिर क्लोज ही करना पड़ेगा। अभी कॉल किया नहीं हमने, कॉल करेंगे तो इतना भी गेस्ट कम है, बहुत कम है ही नहीं कोई। ഗ്യാസ് കിട്ടാതായതോടെ പല ഹോട്ടലുകളും അടച്ചു തുടങ്ങിയതായും ഹോട്ടൽ ഉടമകൾ പറയുന്നു. നിലവിൽ ഗ്യാസില്ല, കിട്ടാനില്ല. എല്ലാ ഹോട്ടലുകളും അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം കൂടെ മാത്രമേ ഓടുള്ളൂ. ഇനിയിപ്പം നിലവിൽ അടച്ചിടാന്നുള്ള ഒരു ഇതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞാൽ ഓഫ് ടൈമാണ്, കച്ചവടം കുറവുള്ള സമയമാണ്. ഇനിയിപ്പോൾ സീസൺ ഏപ്രിൽ മെയ് എന്ന് പറയുന്ന സീസൺ, ആ ഒരു പ്രതീക്ഷയാണ് ഇവിടെയുള്ള എല്ലാ കച്ചവടക്കാർക്കും. അത് ഇങ്ങനെ പോയാൽ അതുകൊണ്ട് നിന്ന് പോകും. കച്ചവടക്കാരുടെ ഗതിയിൽ ആകെപ്പാടെ വളരെ മോശമാണ്. ഈ മേഖലയിൽ ഇപ്പം 4 ഹോട്ടൽ അടച്ചിട്ടുണ്ട്. ആനച്ചാൽ സിറ്റിയിൽ 4 ഹോട്ടൽ. ഗ്യാസിന്റെ ക്ഷാമം നേരിട്ടതോടെ ഹോട്ടലുകളും റിസോർട്ടുകളും വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വറുത്തതും പൊരിച്ചതുമായ വിഭവങ്ങൾ മെനുവിൽ നിന്ന് വെട്ടിച്ചുരുക്കി ഗ്യാസിന്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാമെന്ന നെട്ടോട്ടത്തിലാണ് ഹോട്ടൽ അധികൃതർ. ഈ സീസൺ കാലത്തും പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് ഉള്ളത് കാരണം. അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ചില കാര്യങ്ങൾ നമ്മൾ ഹോട്ടൽ ഇപ്പോൾ 2 ദിവസമായി ഇവിടെ ഗ്യാസിന്റെ വിതരണം നിലച്ചിട്ട്. അപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ അത് കാരണം നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ള രീതിയിൽ പലപ്പോഴും നമ്മുടെ മെനു ഒന്ന് കട്ട് ഡൗൺ ചെയ്ത് ഗ്യാസ് ഉപയോഗം കുറച്ചിട്ടുള്ള ഡിഷസ്, അതായത് ഇപ്പോൾ തന്തൂരി ഡിഷസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ചാർക്കോൾ മതി. അതുപോലെ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഡീപ്പ് ഫാറ്റ് ഫ്രയറിനോട്ട് മാറ്റിയിട്ട്, അതായത് ഗ്യാസ് ഉപയോഗിക്കാത്ത രീതിയിൽ ചെയ്ത് അങ്ങനെ പല രീതിയിൽ നോക്കുന്നുണ്ട്. പാചകവാതക വിതരണം വരും ദിവസങ്ങളിൽ കാര്യക്ഷമമായില്ലെങ്കിൽ ടൂറിസം മേഖല നിശ്ചലമാകും. ഗ്യാസിന്റെ ലഭ്യതക്കുറവ് ഹോട്ടലുകൾ അടച്ചു ഭീഷണി നേരിടുന്നതോടൊപ്പം തന്നെ നിരവധി തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടമാകുന്ന ആശങ്കയാണ് നിലവിലുള്ളത്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.